ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ തന്റെ തീരുമാനം പറഞ്ഞത് കേട്ട് വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുന്നു, അമ്മ എന്താ ഈ പറഞ്ഞത്? അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, വസുമതി ഇത്രയും നാളും നമ്മളെ എല്ലാവരുടെയും അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് വസുമതിയുടെ ഇപ്പോഴത്തെ സാഹചര്യം വസുമതി നമ്മളെ അറിയിക്കാതിരുന്നത്. അതുകൊണ്ട് പ്രീതിയെയും പാറുക്കുട്ടിയെയും അർജുന്റെ കൂടെ അവിടേക്ക് പറഞ്ഞയക്കാനാണ് എൻ്റെ തീരുമാനമെന്ന് സത്യഭാമ അറിയിച്ചു. ആ തീരുമാനത്തെക്കുറിച്ച് കേട്ടതും വിഷ്ണു പെട്ടെന്ന് ചോദിച്ചു, അമ്മേ, പാറുക്കുട്ടി എന്ന് പറഞ്ഞതും പ്രീതി കുഞ്ഞുമായി താഴേക്ക് ഇറങ്ങി വരുന്നു. പ്രീതി കുഞ്ഞിനെ എടുത്തുകൊണ്ട് താഴേക്ക് വരുന്നത് കണ്ട് ഉടനെ വിഷ്ണുവും ശാലിനിയും ആകെ വിഷമത്തിലായി. അവർ രണ്ടുപേരും ആ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യം ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ വിഷ്ണു ആകെ സങ്കടത്തോടെ ചോദിച്ചു, അമ്മേ, അതെങ്ങനെ ശരിയാവും? പാറുക്കുട്ടി ഇവിടുന്ന് പറഞ്ഞയക്കാൻ ദാ ഈ നിൽക്കുന്നവൾ പ്രീതി പെട്ടിയിട്ട വാഴ പോലെ ഇവിടെ കോമ സ്റ്റേജിൽ കിടന്നവളാണ് എന്ന് വിഷ്ണു സത്യഭാമയോട് പറയുന്നു. അന്ന് ആ കുഞ്ഞിനെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് ഏറ്റെടുത്തത് ഞാനും ശാലിനിയുമാണ്. ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ചൂടും പറ്റിയാണ് ആ കുഞ്ഞ് വളർന്നത്. മുഴുപട്ടിണിയിൽ പോലും ആ കുഞ്ഞിനെ ഞങ്ങൾ കൈവിട്ടിട്ടില്ല. അതിനെ ഒരു നോട്ടം കൊണ്ട് പോലും ഞങ്ങൾ ആ കുഞ്ഞിനോട് അകൽച്ച കാണിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഞങ്ങളുടെ മോളെ എങ്ങനെ പറഞ്ഞയക്കാൻ കഴിയും? ഞങ്ങൾ അതിന് സമ്മതിക്കില്ല അമ്മേ. അമ്മയ്ക്ക് ഇതെങ്ങനെ തീരുമാനിക്കാൻ സാധിച്ചു? അതുകൊണ്ട് ഇവിടുന്ന് പ്രീതിയും പാറുക്കുട്ടിയും അർജുനും എങ്ങോട്ടും പോകുന്നില്ല. അന്നില്ലാത്ത ആളുകളാണോ ഇപ്പോൾ ഉള്ളത് എന്ന് ചോദിച്ച് വിഷ്ണു ബഹളം വെച്ചു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ശാലിനി വേഗം എഴുന്നേറ്റ് വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു. അർജുൻ മറുപടി ഒന്നും പറയാതെ തന്നെ സത്യഭാമയോട് പറഞ്ഞു, സത്യാമ്മേ, ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടും സത്യഭാമ പറഞ്ഞു, വേണം വേണം അർജുൻ, ഞാൻ വസുമതിക്ക് കൊടുത്ത വാക്കാണ് എന്ന് സത്യഭാമ അർജുനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടതും വിഷ്ണു പറഞ്ഞു, പ്രീതിയും പാറുക്കുട്ടിയും അർജുനും എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ വേഗം ശാലിനി ചാടി എഴുന്നേറ്റു. ഉടനെ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു, വിഷ്ണുവേട്ടാ, വിഷ്ണുവിന് എന്തൊക്കെയാ പറയുന്നത്? പ്രീതിയും പാറുക്കുട്ടിയും ഇവിടെ നിന്ന് പോകുന്നതിന് നമ്മൾ എന്തിനാ എതിർക്കുന്നത്? പാറുക്കുട്ടി അതിന് നമ്മുടെ ആരുമല്ല എന്ന് വിഷ്ണുവിനോട് ശാലിനി അറിയിച്ചു. അത് കേട്ടതും ശാലിനിയുടെ മറുപടി കേട്ട് വിഷ്ണു വേഗം ശാലിനിയുടെ നേരെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ശരിയാണോ? താൻ ഈ പറഞ്ഞ സത്യമാണോ? തന്റെ നെഞ്ചത്ത് കൈവച്ച് തനിക്ക് പറയാൻ കഴിയുമോ പാറുക്കുട്ടി നമ്മുടെ ആരുമല്ല എന്ന്? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ, പാറുക്കുട്ടി നമ്മുടെ ആരുമല്ല, ആരുമല്ല നമ്മുടെ. അതുകൊണ്ട് ഇനി അക്കാര്യത്തിൽ ഒരു പ്രശ്നമോ ഒരു തർക്കമോ വേണ്ട വിഷ്ണുവേട്ടാ. പ്രീതിയും പാറുക്കുട്ടിയും അർജുനേട്ടൻ്റെ കൂടെ പൊയ്ക്കോട്ടെ എന്ന് ശാലിനി അറിയിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ഇല്ല, ഞാൻ അതൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ശരി, ആയിക്കോട്ടെ, എന്നാ പ്രീതിയും കുഞ്ഞും പോകണ്ട. ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിക്കോളാം. അവിടേക്ക് ഇവർ പോകണ്ട. പ്രീതി, നീ കുഞ്ഞിനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയിക്കോ. തൽക്കാലം ഇവിടെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും തന്നെ നേടിയെടുക്കട്ടെ. പക്ഷേ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കോണം, ഇനിയും ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ഇതുപോലൊരു അവസ്ഥ വന്നു ചേരും. നിങ്ങളും വാർദ്ധക്യത്തിലേക്കും ഒക്കെ എത്തിച്ചേരും എന്നുള്ള കാര്യം ആരും മറക്കണ്ട എന്ന് സത്യഭാമ പറയുമ്പോൾ പ്രീതി കുഞ്ഞുമായി തന്നെ നിൽക്കുന്നത് കണ്ട് സത്യഭാമയോട് പ്രീതി പറഞ്ഞു, അമ്മേ എന്ന് വിളിച്ചതും സത്യഭാമ വേഗം ചാടി എഴുന്നേറ്റിട്ട് പ്രീതിയോട് പറഞ്ഞു, നിന്നോട് ഞാനേ വിവാഹം കഴിഞ്ഞ് പോയ സമയത്ത് വിവാഹ മണ്ഡപത്തിലേക്ക് കയറിയപ്പോ ഞാൻ നിന്നോട് പറഞ്ഞ ഒരേ ഒരു വാക്ക് മാത്രമാണ്, വസുമതിയെ എന്നെ പോലെ നീ കാണണമെന്ന്. അതായത് സ്വന്തം അമ്മയെ പോലെ വസുമതിയെ നീ നോക്കണമെന്ന്. ആ ഒറ്റ കാര്യം മാത്രമേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ പ്രീതി, നിന്റെ തോളത്ത് കിടക്കുന്ന ഈ കുഞ്ഞും ഒരു പെൺകുഞ്ഞാണ്. നാളെ ഇവളെയും നീ വിവാഹം കഴിപ്പിച്ചയക്കും. അന്ന് നിനക്കും ഇതുപോലെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ അന്നും ഇതുപോലെ തന്നെ മറ്റുള്ളവർ പെരുമാറിയാൽ എന്താകും സ്ഥിതിയെന്ന് നീ ഒന്ന് ഓർത്തോ. അത് നന്നായിരിക്കും. എല്ലാവരും അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടവും നേട്ടങ്ങളും അവരവരുടെ താല്പര്യങ്ങളും മാത്രം നേടിയെടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ടു. എന്നിട്ട് അർജുന നേരെ തിരിഞ്ഞിട്ട് സത്യഭാമ അർജുനോട് പറഞ്ഞു, അർജുൻ, ഇവിടുന്ന് പ്രീതിയും പാറുക്കുട്ടിയും തൽക്കാലം വരുന്നില്ല. പിന്നെ അർജുൻ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, എല്ലാവരും അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പ്രീതിക്ക് ഇപ്പോ അവളുടെ ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്, അതുപോലെ നിനക്ക് നിന്റെ ഭാര്യയുണ്ട്. എന്നാൽ ഒരിക്കൽ നീ ഒരു നാൾ നിന്റെ അമ്മയെക്കുറിച്ച് നീ ചിന്തിക്കും. അമ്മയെ നഷ്ടമായി കഴിയുമ്പോഴേ നിന്റെ അമ്മയുടെ വില നീ തിരിച്ചറിയൂ. നിനക്ക് ഒപ്പമുണ്ടായിരുന്നതും എന്നും നിനക്കുണ്ടായിരുന്നതും അമ്മ മാത്രമായിരുന്നു എന്നുള്ള സത്യം നീ തിരിച്ചറിയും അർജുൻ എന്ന് സത്യഭാമ അർജുനോട് പറഞ്ഞു.
ഇതെല്ലാം പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വേഗം ശാലിനി സത്യഭാമയുടെ അരികിലേക്ക് എഴുന്നേറ്റ് പറഞ്ഞു, സത്യാമ്മേ, പ്രീതിയും പാറുക്കുട്ടിയും അർജുനേട്ടനോടൊപ്പം പൊക്കോളും. ഇത് കേട്ട ഉടനെ സത്യഭാമ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വിഷ്ണു ശാലിനിയോട് ചോദിച്ചു, ശാലിനി, താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? തനിക്ക് എങ്ങനെ ഇത് ഇങ്ങനെ പെരുമാറാൻ കഴിയും? തനിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു? പാറുക്കുട്ടി നമ്മുടെ ആരുമല്ല എന്ന് താൻ എങ്ങനെയാ പറയുന്നത് എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ, പാറുക്കുട്ടി നമുക്ക് ആരുമല്ല, നമ്മുടെ ആരുമല്ല പാറുക്കുട്ടി. അത് വിഷ്ണുവിന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. നമുക്ക് പാറുക്കുട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. അവൾ നമ്മുടെ ആരുമല്ല. അവൾ പൊയ്ക്കോട്ടെ, അവൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് ശാലിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സെറ്റിയിലേക്ക് ഇരുന്നു. വിഷ്ണു എന്ത് പറഞ്ഞ് ശാലിനിയെ സമാധാനിപ്പിക്കണമെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ ആ സെറ്റിയിലിരുന്ന് സങ്കടപ്പെടുന്നത് കണ്ട് ശ്യാമയും രോഹിത്തും ആ കാഴ്ച കണ്ട് എല്ലാവരും വേദനയോടെ നോക്കുമ്പോൾ സത്യഭാമ മാത്രം ശാലിനിയുടെ ആ സങ്കടത്തെ കണ്ടില്ല എന്ന് നടിച്ചു. ശാലിനിയുടെ മനസ്സിൽ അപ്പോൾ കടന്നു വന്നത് പ്രീതി ആ കുഞ്ഞിനെ അന്ന് പാലത്തിനടിയിൽ വെച്ച് പ്രസവിച്ചതും അന്ന് ആ ചോരക്കുഞ്ഞിനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങിയതും അതിനുശേഷം ഓരോ തവണയും ആ കുഞ്ഞിനെ താൻ എടുത്ത് താലോലിച്ചുകൊണ്ട് ലാളിച്ചുകൊണ്ട് തന്റെ കൂടെ നിർത്തിയതുമായിട്ടുള്ള രംഗങ്ങൾ ഓരോന്നും ശാലിനി ഓർമ്മിക്കുന്നു. ശാലിനിയുടെ മനസ്സിലൂടെ അതെല്ലാം കടന്നു പോകുമ്പോൾ വിഷ്ണു ശാലിനിക്കരികിലേക്ക് ചെന്നു. ശാലിനി എന്ന് വിളിച്ചതും ശാലിനി വേഗം എഴുന്നേറ്റ് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഉടനെ വിഷ്ണു ശാലിനിയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ശാലിനി കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു അർജുനെ നോക്കിയിട്ട് അർജുൻ എന്ന് വിളിച്ചു. ഉടനെ അർജുൻ നോക്കിയതും വിഷ്ണു പറഞ്ഞു, പ്രീതിയെയും പാറുക്കുട്ടിയെയും അർജുൻ കൊണ്ടുപോയിക്കോ, ആർക്കും ഒരു എതിർപ്പുമില്ല എന്ന് വിഷ്ണു അറിയിച്ചു. അത് കേട്ടതും അർജുൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വേഗം സത്യഭാമ പ്രീതിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു. പാറുക്കുട്ടി ഇങ്ങിതാ പ്രീതി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തതിന് ശേഷം ആ കുഞ്ഞുമായി സത്യഭാമ വേഗം അവിടെ നിന്ന് അർജുന്റെ അരികിലേക്ക് ചെല്ലുന്നു. അർജുന്റെ കയ്യിലേക്ക് പാറുക്കുട്ടിയെ നീട്ടി, അർജുൻ കുഞ്ഞിനെ വാങ്ങിക്ക്. അപ്പോഴേക്കും അർജുൻ കുഞ്ഞിനെ എടുത്തതോടെ സത്യഭാമ പറഞ്ഞു, ഇനി പാറുക്കുട്ടിയുമായി പ്രീതിയും വിളിച്ചുകൊണ്ട് പൊയ്ക്കോ എന്ന് അർജുനോട് പറഞ്ഞു. അർജുൻ അത് ചെയ്യാനാകാതെ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുന്നത് കണ്ട് രാഘവൻ നായർ അർജുനെ വിളിച്ചു. അർജുൻ മോനെ, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? നീ പ്രീതിയെയും വിളിച്ചുകൊണ്ട് കുഞ്ഞിനെയും വിളിച്ചു പോ എന്ന് പറഞ്ഞ് അർജുനോട് രാഘവൻ നായർ ആജ്ഞാപിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അത് കേട്ടതും അർജുൻ മറ്റൊന്നും ചിന്തിക്കാതെ വിഷമത്തോടെ വേഗം പ്രീതിക്കരികിലേക്ക് ചെന്നു. പ്രീതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രീതിയെയും പിടിച്ച് അർജുൻ കുഞ്ഞിനോടൊപ്പം ആ വീടിന്റെ പടിയിറങ്ങുന്നു. അർജുൻ കുഞ്ഞുമായി പ്രീതിയെയും വിളിച്ചുകൊണ്ട് കാറിലേക്ക് ചെന്ന് കയറുകയും കുഞ്ഞിനെ പ്രീതിയുടെ കയ്യിലേക്ക് കൊടുത്ത് അർജുൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി എടുത്തുകൊണ്ട് അർജുൻ ആ സത്യാമ്മയുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് പോകാൻ തുടങ്ങുന്ന ആ ശബ്ദം കേട്ട് വേഗം അർജുന്റെയും ശാലിനിയുടെ പ്രിയപ്പെട്ട പാറുക്കുട്ടിയുടെയും പ്രീതിയുടെയും യാത്രയപ്പ് അത് കാണാനായി വിഷമത്തോടെ ഒന്നുകൂടി കുഞ്ഞിനെ നോക്കാനായി വേഗം ആ കാറിന്റെ പിന്നാലെ ശാലിനി ഓടുന്നു. ശാലിനി വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ഓടി ചെല്ലുമ്പോഴേക്കും അർജുൻ കുഞ്ഞുമായി പ്രീതിയോടൊപ്പം അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ആ കാഴ്ച കണ്ട് വിഷമത്തോടെ ശാലിനി ആ മുറ്റത്തേക്ക് നോക്കി കരഞ്ഞു. ശാലിനി അങ്ങനെ കരഞ്ഞു തളർന്നിരിക്കുമ്പോൾ അവിടേക്ക് വേഗം ശാലിനിയെ സമാധാനിപ്പിക്കാനായി വിഷ്ണു എത്തുന്നു. പ്രീതി കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അർജുന്റെ ഒപ്പം മനസ്സില്ലാ മനസ്സോടെ ശാലിനിയെ വേദനിപ്പിച്ചെന്ന സങ്കടത്തിൽ ആ വീടിന്റെ പടിയിറങ്ങി പോകുമ്പോൾ ശാലിനി ആ കാഴ്ച കണ്ട് സഹിക്കാനാകാതെ ആ വണ്ടിക്ക് മുന്നിൽ നിന്ന് ശാലിനി പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും രാഘവൻ നായർ പിള്ളേശനെ വിളിച്ചു. എടോ പിള്ളേ, താനിങ്ങി വന്നേ എന്ന് പറഞ്ഞതും രോഹിത്തും പിള്ളേശനും ചേർന്ന് വേഗം രാഘവൻ നായരെ ആ വീൽ ചെയറിലേക്ക് ഇരുത്തി. രാഘവൻ നായർക്ക് ഉടനെ വാതുക്കൽ എന്താ സംഭവിച്ചെന്നറിയണമെന്നുള്ള ശാലിനിയുടെ വേദന മനസ്സിലാക്കിയ രാഘവൻ നായർ ശാലിനിയെ സമാധാനിപ്പിക്കാനായി വിഷ്ണു പോയതും ശാലിനിക്ക് എന്താ സംഭവിച്ചെന്നറിയാനായി രാഘവൻ നായർ വേഗം തന്നെ സിറ്റൗട്ടിലേക്ക് എത്തി. രാഘവൻ നായരുടെ പിന്നാലെ ശാലിനിയെയും വിഷ്ണുവിനെയും അറിയാവുന്ന അവരുടെ മനസ്സ് തിരിച്ചറിഞ്ഞ എല്ലാവരും സിറ്റൗട്ടിലേക്ക് ചെല്ലുമ്പോൾ സത്യഭാമ മാത്രം ഹാളിൽ തനിച്ചു നിൽക്കുന്നു. ശാലിനി വിഷ്ണുവിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ട് അവിടെ നിന്ന് ഓരോരുത്തരുടെയും കണ്ണു നിറഞ്ഞു. അപ്പോഴാണ് സർലയുടെ അരികിലേക്ക് എത്തി സുസ്മിത പറഞ്ഞത്, അമ്മ എന്താ കരുതുന്നത്? ഇന്നലെ രാത്രിയിൽ എനിക്കും ജഗദീപിനും ഇടയിൽ അരുതാത്തത് എന്തോ സംഭവിച്ചു എന്നാണോ അമ്മ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് സുസ്മിത ചോദിച്ചു. അപ്പോഴേക്കും സർല പറഞ്ഞു, പിന്നെ ഇന്നലെ രാത്രിയിൽ നിന്റെ കയ്യിൽ ആ ലൈം ജ്യൂസ് തന്നു വിട്ടതിന് ശേഷം പിന്നെ എന്താ സംഭവിച്ചത്? നീ എന്തൊരു മണ്ടത്തരാ കാണിച്ചത്? നീ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു.
എന്നിട്ട് ആ ജ്യൂസ് എടുത്ത് കുടിച്ച് മൂക്കുമുട്ട കിടന്ന് ഉറങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇനി ആ ഉറക്കത്തിനിടെ അവൻ എന്തൊക്കെ ചെയ്തെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു, ഏയ് ഒന്നും സംഭവിച്ചിട്ടില്ല അമ്മേ, ഒരു കുഴപ്പവുമില്ല, എനിക്കറിയാം എന്ന് പറഞ്ഞതും സർല പറഞ്ഞു, എടി നമ്മുടെ പ്ലാനിങ് എന്തായിരുന്നു നിനക്കറിയില്ലേ? അവനെ ബോധം കെടുത്തിയതിനു ശേഷം നീയും അവനോട് ഒപ്പമുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്. എന്നാ ഇപ്പോ അത് നേരെ തിരിച്ച് അവൻ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനാക്കി മാറ്റിയിട്ടുണ്ടോന്ന് ആർക്കറിയാം. നമ്മൾ അന്ന് അവനെ അവിടെ കിടത്തിയതിന് ശേഷം അവൻ അറിയാതെ നീയും അവനും ഒന്നിച്ചുള്ള കുറച്ച് ഫോട്ടോ നമുക്ക് കൈക്കലാക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇനി അതേ ട്രിക്ക് അവൻ തിരിച്ച് നിന്നോട് പ്രയോഗിച്ചാലോ എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ജഗദീപ് ഒരിക്കലും ചെയ്യില്ലമ്മേ എന്ന് പറഞ്ഞതും സർല പറഞ്ഞു, ജഗദീപ് എന്നല്ല, ഈ ലോകത്തുള്ള ആര് വേണേലും അങ്ങനെ ചെയ്യും. അതും ചിറക്കൽ രാമചന്ദ്രന്റെ എന്നല്ല, ഏത് പ്രേമചന്ദ്രന്റെ മകനാണെങ്കിലും ശരി, ഇങ്ങനൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അവനത് മുതലാക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഇന്ന് രാവിലെ കതക് തുറന്ന് അവൻ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള അവന്റെ ചേഷ്ടകളും പ്രവൃത്തികളും ഓരോ മൂളിപ്പാട്ടും പിന്നെ ആ ഉല്ലാസ പൂത്തിരി എന്നുള്ള ആ പാട്ടൊക്കെ പാടിയത് അതൊക്കെ കണ്ടതോടെ ആകെ ഒരു വശപ്പിശക എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞതും ഉടനെ സുസ്മിത പറഞ്ഞു, അമ്മേ ഇന്നലെ ആ ലൈം ജ്യൂസ് തന്നതിന് ശേഷം ഞാൻ അവിടെ ചെന്നപ്പോ മറ്റൊരു സംഭവം ഉണ്ടായമ്മേ. ഉടനെ സർല ആശങ്കയോട് ചോദിച്ചു, എന്താടി പെണ്ണെ, എന്തെങ്കിലും അബദ്ധമാണോ എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും അല്ലെന്നമ്മേ, ഞാൻ പറഞ്ഞു വന്ന വേറൊരു കാര്യമാണ്. ഇന്നലെ അമ്മയുമായിട്ട് ഒരു പ്രപ്പോസൽ അയാൾ സംസാരിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടതും സർല ഞെട്ടി. നേരോ എന്ന് ചോദിച്ചതും ഉടനെ സുസ്മിത പറഞ്ഞു, ആ അതേമ്മേ, അക്കാര്യം സംസാരിച്ചതിന് ശേഷം ഇതെല്ലാം സംഭവിച്ചത്. ഉടനെ സർല പറഞ്ഞു, എന്തായാലും ആകത്തിൽ ഒരു വശപ്പിശക എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒറ്റൊരു ഐഡിയ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഉടനെ സുസ്മിത ചോദിച്ചു, എന്താമ്മേ, എന്ത് ഐഡിയ അമ്മ പറഞ്ഞു വന്നത്? ഉടനെ സുസ്മിതയോട് സർല പറഞ്ഞു, നീ എന്തായാലും അടുത്ത പ്ലേക്ക് റെഡിയായി നിന്നു. ഇനി അങ്ങ് തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനു മീതെ തോണി ഇറക്കുക എന്നതാണ് ഈ സർലയുടെ ഒരു ശൈലി. അതുകൊണ്ട് നീ അടുത്ത പ്ലേക്കായി തയ്യാറെടുത്തിരുന്നു. ഇനി നമുക്ക് അതേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞ് സരള അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ശാലിനി പാറുക്കുട്ടി പോയതിന്റെ നിരാശയിലും വേദനയിലും പാറുക്കുട്ടിയെ അന്ന് പ്രീതി പ്രസവിച്ചതും കുഞ്ഞിനെ കയ്യിൽ ഏറ്റുവാങ്ങിയതും അന്നു മുതലുള്ള പാറുക്കുട്ടിയോടൊപ്പമുള്ള തന്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും ശാലിനി ഓർമ്മിക്കുന്നു. അത് ഓർത്തുകൊണ്ട് ശാലിനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് സത്യഭാമ വരുന്നത്. ശാലിനി വിഷമിച്ചിരിക്കുന്നത് കണ്ട് സത്യഭാമ അരികിലേക്ക് എത്തി. ശാലിനി എന്ന് ഉറക്കെ വിളിച്ചു. ശാലിനി ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റതും സത്യഭാമ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, ആ പങ്കജം വന്ന് നിന്നെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചപ്പോ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്താ, നീ ആരെ കാണിക്കാനാ ഈ അഭിനയം നടത്തുന്നത്? നിന്റെ ഈ അഭിനയൊക്കെ എന്താണെന്ന് എനിക്കറിയാം. വിഷ്ണുവിനെയോ അതോ രാഘവേട്ടനെയോ അവരെ പറ്റിക്കാനാ നീ ഇതെല്ലാം ശ്രമിക്കുന്നത്. നീ പെരുങ്കള്ളിയാണെന്നുള്ള കാര്യം എനിക്ക് എപ്പോഴേ ബോധ്യമായ കാര്യമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീ കാണിക്കുന്ന നാടകമൊക്കെ അവരുടെ മുന്നിൽ വിലപ്പോവും. പക്ഷേ ഈ സത്യഭാമയുടെ മുന്നിൽ അതൊരിക്കലും വിലപ്പോവില്ല, മനസ്സിലായോ? നിന്നെ പോലെ ഇതുപോലൊരു പെരുങ്കള്ളിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നീ എനിക്ക് വാക്ക് തന്നതാണ്, ഉടനെ തന്നെ നിന്റെയും വിഷ്ണുവിന്റെ ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് വെച്ചു തരുമെന്ന്. പിന്നെ അതിപ്പോ പറയുന്നത് പോലെ പെട്ടെന്നൊന്നും ആ കുഞ്ഞിനെ തരാൻ കഴിയില്ലല്ലോ. അതാണല്ലോ നീ ഇപ്പോ ചിന്തിക്കുന്നത്. എനിക്കറിയാമടി നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. അങ്ങനെ കുഞ്ഞിനെ എനിക്ക് ഉടനെ സമ്മാനിക്കുമെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കാമെന്നൊന്നും കരുതണ്ട. ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും എനിക്ക് ഒരു പേരക്കുട്ടിയെ തരാമെന്ന് പറഞ്ഞ് നീ എന്നെ വിശ്വാസവഞ്ചന എന്നോട് കാട്ടാനാണ് നിന്റെ തീരുമാനമെങ്കിലുണ്ടല്ലോ, ഈ സത്യഭാമ നിന്നെ വെറുതെ വിടില്ല, ഓർത്തു വെച്ചു. പിന്നെ നീ വലിയ കളക്ടർ ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തയ്യാറെടുപ്പെടുക്കുന്നതെന്നൊക്കെ എനിക്കറിയാം എന്ന് സത്യഭാമ ശാലിനിയോട് പറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ നിന്റെ ഈ നാടകമൊക്കെ നടപ്പിലാകും. പക്ഷെ ഈ സത്യഭാമയോട് വേണ്ട നിന്റെ ഇത്തരത്തിലുള്ള മായംകളി, മനസ്സിലായോടി എന്ന് സത്യഭാമ ശാലിനിയോട് പറഞ്ഞു. നീ മര്യാദയ്ക്ക് വന്ന ഭക്ഷണം കഴിക്കാൻ നോക്ക്, അതാണ് നിനക്ക് നല്ലത് എന്ന് ശാലിനിയെ സത്യഭാമ താക്കീത് ചെയ്യുന്നു. ശാലിനി ആകെ വേദനയോട് നിൽക്കുമ്പോൾ സത്യഭാമ ശാലിനിയെ തട്ടിയിട്ട് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വെറുതെ വിഷ്ണുവിൻ്റെയും എൻ്റെ മക്കളുടെയൊക്കെ മുന്നിൽ വലിയ പ്രകടനമൊക്കെ നീ കാഴ്ചവെച്ചല്ലോ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, മറ്റുള്ളവരെയൊക്കെ നിനക്ക് പല രീതിയിലും കബളിപ്പിക്കാൻ കഴിയും. പക്ഷെ ഈ സത്യഭാമയെ മാത്രം അതിന് നിനക്ക് ഒരിക്കലും സാധിക്കില്ല. അത് നീ മനസ്സിൽ കുറിച്ചോ എന്ന് പറഞ്ഞ് സത്യഭാമ, നീ ഇനി എന്ത് കാണിച്ചാലും ഇവിടെ ആർക്കും ഒന്നും വരാൻ പോകുന്നില്ല.
നീ ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാനായി വെറുതെ ഇങ്ങനെ കണ്ണീര് ഒലിപ്പിച്ച് നിന്നോ എന്ന് പറഞ്ഞ് സത്യഭാമ കലി തുള്ളിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോന്നു. ശാലിനി ആകെ വേദനയോടെ വീണ്ടും ആ സെറ്റിയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് സത്യഭാമ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സത്യഭാമയുടെ കാലൊന്ന് വഴുതുന്നത്. പുറത്തു നിന്ന വിഷ്ണുവും രോഹിത്തും സത്യഭാമയുടെ നിലവിളി കേട്ട് എന്താ രോഹിത്തത് എന്ന് ആലോചിച്ച് വേഗം രോഹിത്തും വിഷ്ണുവും വീടിന്റെ ഉള്ളിലേക്ക് ഓടിയെത്തുന്നു. അപ്പോഴേക്കും താഴെ സത്യഭാമയുടെ നിലവിളി കേട്ട് ശാലിനിയും വേഗം സ്റ്റെയർ ഇറങ്ങി വന്നു. ഈ സമയത്ത് രാഘവൻ നായർ വേഗം വീൽ ചെയറിലെത്തി സത്യഭാമയുടെ അരികിലേക്ക് എത്തി. പാമേ പാമേ നീ എഴുന്നേക്കെന്ന് പറഞ്ഞ് രാഘവൻ നായർ ഒരു കൈകൊണ്ട് സത്യഭാമയെ എഴുന്നേൽപ്പിക്കാനായി ശ്രമിച്ചു. ഉടനെ വിഷ്ണുവും രോഹിത്തും അവിടേക്ക് ഓടിയെത്തി. എന്താ അമ്മയ്ക്ക് പറ്റിയതെന്ന് ചോദിച്ച് വേഗം വിഷ്ണുവും സത്യഭാമയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അപ്പോഴേക്കും ശാലിനി ആ ബഹളം കേട്ട് സ്റ്റെയർ ഇറങ്ങി വരുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ട് കിച്ചണിൽ നിന്നിരുന്ന പങ്കജം തൽക്കാലം ഞാനും കൂടി അവിടേക്ക് ചെന്നേക്കാം, ഇല്ലെങ്കിൽ പിന്നെ അത് മതി ഇവർക്കിനി അടുത്ത പരാതി എന്ന് മനസ്സിലങ്ങനെ ചിന്തിച്ച് അവിടെ എന്താ സംഭവിച്ചെന്നറിയാനായി അവിടേക്ക് ആ ജോലിക്കാരി എത്തി. അപ്പോഴേക്കും സത്യഭാമ ഒരു വിധത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ സെറ്റിയിൽ ശാലിനിയും വിഷ്ണുവും ചേർന്ന് ഇരുത്തുന്നു. സത്യഭാമ അപ്പോഴേക്കും തൻ്റെ കാലിൻ്റെ വേദന കണ്ട് അയ്യോ എൻ്റെ കാലേ എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ അരികിൽ നിന്ന് തൻ്റെ കാല് തിരുമ്മിയത് കൊണ്ട് വേദന കൊണ്ട് സത്യഭാമ നിലവിളിച്ചു. ഉടനെ വിഷ്ണു സത്യഭാമയുടെ അരികിലേക്ക് എത്തി പതുക്കെ കാല് തിരുമ്മി കൊടുത്തു. അപ്പോഴേക്കും ശാലിനി കൂടി വന്ന് പറഞ്ഞു വിഷ്ണുവേട്ടാ എത്രയും വേഗം സത്യഭാമ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു എടാ മോനെ നീ വേഗം വണ്ടിയെടുക്ക്, ഭാമ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. സത്യഭാമ വേദന കാരണം നിലവിളിച്ചതും ഉടനെ വിഷ്ണു രോഹിത്തിനെ നോക്കി പറഞ്ഞു ബ്രോ വേഗം വണ്ടി ഇറക്ക്. ഉടനെ രോഹിത് ശരി ബ്രോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കാറ് റിവേഴ്സ് ഇട്ട് നേരെയാക്കി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് വേണ്ടി വാതിക്കലേക്ക് കൊണ്ടുവന്നിട്ടു. സത്യഭാമയെ ഒരു വിധത്തിൽ പിടിച്ചു താങ്ങി വിഷ്ണുവും ശാലിനിയും കൂടി സത്യഭാമയെ പിടിച്ചുകൊണ്ട് നേരെ കാറിനരികിലേക്ക് പോകാനൊരുങ്ങി. സത്യഭാമ വേദന കാരണം കാലുകുത്താൻ വയ്യാതെ വല്ലാത്ത അവസ്ഥയിൽ അവരുടെ കൂടെ പോകുമ്പോൾ അവിടെ സത്യാമ്മയെ വേഗം കാറിൽ കയറ്റി വിഷ്ണുവും ശാലിനിയും അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് രാഘവൻ നായർ സിറ്റൗട്ടിൽ നിന്നു. തൊട്ടു പിന്നാലെ ശ്യാമയും വന്ന് അവിടെ നോക്കി നിന്നു. അപ്പോഴേക്കും വിഷ്ണുവും ശാലിനിയും ചേർന്ന് സത്യാമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് നിന്ന രോഹിത് പിന്തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് രാഘവൻ നായർ പിന്നിൽ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചങ്ങ് നിൽക്കുന്ന ശ്യാമയെ കണ്ടതും പെട്ടെന്ന് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ആ സ്നേഹത്തെക്കുറിച്ച് രോഹിത് ഓർമ്മിക്കുന്നു.